അപ്പം നേരത്തെ പറഞ്ഞ കാര്യം ഓർമ്മയുണ്ടല്ലോ. എന്താണ് അപ്പൊ നിങ്ങൾക്ക് അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? നിങ്ങൾ ചെയ്ത തെറ്റാന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നമ്മളെ വേറെ പുള്ളി പറ്റിച്ചല്ലേ, അപ്പൊ നമ്മളെ അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, നിങ്ങളെ ഉത്തരവാദിത്തല്ലേ അത് നോക്കുക എന്നുള്ളത്. നമുക്കറിയത്തില്ലല്ലോ. പുള്ളി തന്നത് നമ്മൾ തന്നു, പുള്ളിയും പറഞ്ഞു അവിടെ കാളയുടെയാണ് നമ്മൾ തന്നു. അല്ല, അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ പുള്ളി ഒരു മനുഷ്യനെ വെട്ടിക്കൊന്നു തന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളത് എല്ലാവർക്കും കൊടുക്കുമെന്നാണ് നിങ്ങൾ പറഞ്ഞു തരുന്നത്. ടെസ്റ്റ് ചെയ്യാൻ നമുക്ക് ചെയ്യാൻ എത്ര വഴിയുണ്ട്, നമുക്ക് ലാബിലൊക്കെ പോയി ടെസ്റ്റ് ചെയ്യാലോ. നമ്മളൊരു സാധനം എടുക്കുമ്പോ എപ്പോഴും നമ്മൾ പാക്ക് ചെയ്യുന്ന ഗുണനിലവാരം നോക്കിയിട്ടല്ലേ എടുക്കാറ്. നമ്മൾ പാക്ക് ചെയ്യുന്ന എല്ലാം ലാബിലോട്ട് ടെസ്റ്റ് ചെയ്യാൻ പറ്റുമോ? നമ്മുടെ ബിസിനസ് അല്ലേ ചെയ്യണേ. ബിസിനസ് ഞാൻ ചോദിക്കട്ടെ, എന്നാണേലും ഇത്ര ഇതായിട്ട് നിൽക്കുന്ന ഒരു ബിസിനസ് ഒന്ന് നിങ്ങളെ രണ്ടുപേർക്ക് കൊടുക്കുന്നുണ്ട്, ഇപ്പൊ ഞങ്ങൾക്ക് മാത്രമല്ല മറ്റവർക്കും കൊടുക്കുന്നുണ്ട്. സോ ആ രീതിയിൽ നോക്കുമ്പോ നിങ്ങൾക്ക് എന്നാ ഞങ്ങളുടെ ഭാഗത്തോട്ട് തരുമ്പോ എന്തേലും ഒരു ഉത്തരവാദിത്തം വേണ്ട. ഇപ്പൊ ഞങ്ങൾക്ക് എന്തേലും അല്ല, ഇപ്പൊ ഞങ്ങളുടെ ഇത് ഭക്ഷണം കഴിച്ചിട്ട് ആർക്കെങ്കിലും എന്തേലും വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ആദ്യം ചോദിക്കും നിങ്ങളോടല്ലേ. അല്ല, എന്നാലും വേറെ ആൾക്കാര് കഴിക്കുന്ന കാണുമല്ലോ, അവർക്ക് എന്തേലും വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ. ഒരു കാര്യം ചോദിച്ചോട്ടെ, ആദ്യമായിട്ടല്ലേ ഇതിപ്പോ? അത് മാത്രമല്ല, ആണേലും നിങ്ങൾക്ക് എപ്പോഴും നമ്മൾ സപ്ലൈ ചെയ്യുന്നതിലൊരു ലാഗോ എന്തെങ്കിലും വരുത്തുന്നുണ്ടോ നിങ്ങൾക്ക്? ഇതിന്റെ ഒന്നുമില്ല, ഇതിന്റെ ഒന്നുമില്ല. ബിസിനസ് നിന്ന് വന്ന വിശ്വാസത്തിലാണ്. നമുക്കും അതെ നിങ്ങൾക്കും അതെ. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ അത്രയും കഷ്ടപ്പെടുമല്ലേ, നമ്മൾ അന്നേരം ഇത് ചെയ്യുന്നതല്ലേ. ഓക്കെ ഓക്കെ. അപ്പം എന്താണ് നിങ്ങക്ക് പറയാനുള്ളത് ഇതിനെ കുറിച്ച്? ബാക്കി പറഞ്ഞു. അവിടെ വെച്ച് പറഞ്ഞായിരുന്നല്ലോ കുറെ കാര്യം, അത് പറഞ്ഞു. നമുക്കൊരു പോരാട്ടം ആവാം തമ്മിൽ. പോരാട്ടത്തില് എന്നിട്ട് ഞങ്ങൾ ജയിക്കുവാണെങ്കിൽ ഞങ്ങൾ ഇതേപോലെയുള്ള സാധനങ്ങളെ സെയിം ഇതുവരെ തരത്തുള്ളൂ, വേറെ വ്യത്യാസമൊന്നും വരത്തില്ല. ഓക്കെ. നിങ്ങളാണ് ജയിക്കുന്നെങ്കിൽ നമുക്ക് കാളനാക്കാം. നിങ്ങള് കാളനാക്കാം, പശു ഉറപ്പാണ് ഇത്ര നാള് പശുവിനെയാണ്. ഇനിയിപ്പോ പുള്ളിനെ കൊണ്ട് നമുക്ക് കാളനെ മാത്രം വെട്ടിക്കാം, പ്രശ്നമില്ല. പുള്ളി പണ്ടേ ഒരു ഉടായ്പ, പുള്ളിനെ കണ്ടാലേ അറിയാം പുള്ളിയുടെ കവിള് കണ്ടാ അറിയാം പുള്ളി ഒരു ഉടായ്പാന്ന്. ഇത് കഴിഞ്ഞിട്ട് അവനും എന്താ കാണുന്നുണ്ട്. അവന് മുട്ടസൂചി മതി, അതൊന്നും വേണ്ട. ആണല്ലേ. അപ്പം നടക്കട്ടെ. അപ്പൊ ഞങ്ങള് ഇതാക്കുവാണെന്നുണ്ടെ ബാക്കി അപ്പൊ പറയാം. ഓക്കെ, ഇടയ്ക്കൊന്ന് വിളിക്കണം കേട്ടാ. അപ്പൊ അത് ഇട്ടേക്കാം. ഒന്ന് ഇട്ടേക്കണേ. ഓക്കെ. ആരെങ്ങളിടോ, ഞങ്ങളിടണോ? അല്ല, അതായത് ഞങ്ങൾ റെഡി ആയിട്ട് കഴിയുമ്പോഴത്തേക്കും അല്ല ഒന്ന് വിളിക്കാം. ഓക്കെ ഓക്കെ, ശരി. കഴിഞ്ഞു. ഓക്കെ. എന്തോ ഗ്രോസറി ഷോപ്പാണ് ബി എമ്മിന്റെ ബിസിനസ് ഗ്രോസറി ഷോപ്പാണ്. അപ്പോൾ അവർക്ക് SMGക്ക് ബർഗർ ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ കൊടുക്കുന്നത് ബി എം എ കൊടുത്തതിലെന്തോ മീറ്റ് എന്തോ ഇഷ്യൂ അതെന്തോ ഒരു പേരിലാണ് മരടിക്കാൻ പോണേ. മീറ്റിംഗ് കഴിഞ്ഞ് SMG BM അതിലൊരാൾ വേറെ വിളിക്കുന്നുണ്ട്, രണ്ട് സൈഡിലിട്ടായി വേറെ ആവട്ടെ. സിമ്പിൾ മീറ്റിംഗ്, കാര്യം പറഞ്ഞു തീർന്നു പോയി.